2008 കർണാടക കൂർഗ് ജില്ലയിലെ വിരാജ്പേട്ട സ്വദേശിയായ അബ്ദുൽ ഖാദറിനെ ബാംഗ്ലൂരു സ്ഫോടന കേസിൽ പ്രതി ചേർത്ത് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കേസുമായി ബന്ധമില്ലാത്ത ഖാദറിനെ മാപ്പുസാക്ഷിയാക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. അതിന് തയ്യാറാവാതിരുന്നപ്പോൾ അദ്ദേഹത്തെ 31-ാം പ്രതിയായി ചേർക്കുകയായിരുന്നു. ചുമത്തപ്പെട്ട കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ 3 വർഷമായിരുന്നു പരമാവധി ശിക്ഷ. എന്നാൽ ഖാദർ ഉൾപ്പെടെയുള്ളവർ UAPA ചുമത്തപ്പെട്ട് കഴിഞ്ഞ 18 കൊല്ലമായി പരപ്പന അഗ്രഹാര ജയിലിലാണ്. വിചാരണ പോലും തുടങ്ങാനാവാതെ 1.5 പതിറ്റാണ്ടിലധികം കാലം ജയിലിൽ. താൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കുന്നതും കാട്ട് ജയിലിൽ കഴിഞ്ഞ ഖാദർ 2026 ജൂൺ 12 വെള്ളിയാഴ്ച ജയിലിൽ വെച്ച് അവസാന ശ്വാസം വലിച്ചു. അബ്ദുൽ ഖാദറിന്റെ മകൻ ഹനീഫ് മക്തൂബിനോട് സംസാരിക്കുന്നു. ഉപ്പ എങ്ങനെ പറഞ്ഞാൽ ഉപ്പ റിയൽ എസ്റ്റേറ്റിന്റെ പണിയായിരുന്നു. ബ്രോക്കറിന്റെ ഈ കല്യാണം, ഈ സ്ഥലം കച്ചവടം, അങ്ങനത്തെ എല്ലാം. അപ്പോ ഈ നസീർ എന്ന് പറയുന്നവനെ ഉപ്പ പള്ളിയിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. ഇങ്ങനെ ബ്രോക്കറാന്ന് പറഞ്ഞ് അങ്ങനെ ഇഞ്ചി വെക്കാൻ സ്ഥലം വേണം. അങ്ങനെ ഇഞ്ചി വെക്കാൻ സ്ഥലം 2-3 സ്ഥലത്ത് നോക്കി ആയിട്ടില്ല. ബുദ്ധിമാളം എന്ന് പറയുന്ന സ്ഥലത്ത് നോക്കി ഒരു പോയിട്ട് അഡ്വാൻസ് ആക്കിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത ഇതിലായി. അപ്പോൾ ആ അഡ്വാൻസ് ആക്കിയ ഓണർ ഉപ്പാനെ വിളിക്കും. എന്തായി ഇങ്ങനെ അഡ്വാൻസ് ആക്കിയ വേറെ പാർട്ടി വരുന്നുണ്ട്, അവർക്ക് കൊടുക്കണ വേണ്ടേ, അങ്ങനെ ഇല്ല ഇതായിരുന്നു. അപ്പോൾ ഉപ്പ ഓര് വിളിക്കുമ്പോൾ ഉപ്പ ഓർക്ക് വിളിക്കും. എന്തായി ഇങ്ങനെ അഡ്വാൻസ് ആക്കിയത്, ഒരു മാസത്തിൽ വരും, ഉണ്ടാവും, ക്യാഷ് റെഡി ആകുന്നുണ്ട്. അങ്ങനെ ആയിട്ടാണ് ഉപ്പാൻ്റെ കോണ്ടാക്ട്, അവൻ്റെ ഫോണിലേക്ക് കോണ്ടാക്ട് ഉണ്ടായത്. അങ്ങനെയാണ് ഉപ്പാനെ പിടിക്കണത് തന്നെ ഈ മൊബൈലിൽ കോണ്ടാക്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. 5 കോള് അങ്ങോട്ടാക്കിന്, 4 കോളായിട്ട് ഇങ്ങോട്ടാക്കിന്ന് പറഞ്ഞിട്ട് ആ ഇതിലാണ് ഉപ്പാനെ അറസ്റ്റ് ചെയ്യുന്നത്. 2008 അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവര് എൻക്വയറി എന്നിട്ട് വിളിച്ച് കൊണ്ടുവന്നുണ്ടായി ബാംഗ്ലൂരിലേക്ക്. അങ്ങനെ കൊണ്ടുപോയി 2 ദിവസം കഴിയും, ഒരു കൊണ്ടുവന്ന് ഇടപെടും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഫോണാക്കി വിളിപ്പിക്കും, പോവും. അങ്ങനെ 3 വട്ടം പോയി വന്ന് 4ാമത്തെ വട്ടാണ് പോയ ആള് തിരിച്ചു വരണ്ടേ. പിന്നെ അങ്ങനെ 1 മാസമായി ഞങ്ങൾക്കൊരു വിവരമില്ല. ഞങ്ങൾ ലാസ്റ്റ് അന്വേഷിച്ച് ഇവിടുത്തെ ഒരു ലായറിനെ ഇതാക്കി ഞങ്ങൾ കോർട്ടിലേക്ക് ഒരു ഇതിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതായി എന്നിട്ട് അങ്ങനെയാണ് പിന്നെ CCBക്കാർ ഇതേനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു എന്നിട്ട് ഒരു റിപ്പോർട്ട് ചെയ്തത്. ഒരു നേരെ അറസ്റ്റ് ചെയ്തിട്ട് ബൽഗാമിലേക്കാണ് അയച്ചിട്ടുണ്ടായത്. ബൽഗാമിൽ നിന്ന് ഒരു 1.5-2 മാസം കഴിഞ്ഞിട്ടാണ് ബാംഗ്ലൂർ ജയിലിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉപ്പ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അവിടെ ഫോണാക്കി വിളിപ്പിച്ചിട്ടാണ്. സാക്ഷി കൊടുക്കാൻ പോയതാണോ? ഉപ്പാനെ ഫസ്റ്റ് സാക്ഷി പട്ടികയിലാണ് കൂട്ടിയിട്ടുണ്ടായത്. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉപ്പാനെ പ്രതിപട്ടികയിൽ കൂട്ടുന്നത്. അപ്പോ അന്ന് അതൊരു ഭയങ്കര ടഫ് ഡിസിഷൻ ആയിരിക്കും. ഇന്ന് ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു ഇവിടുത്തെ വീട്ടിലത്തെ അവസ്ഥ? മൂത്ത പെങ്ങളെ കല്യാണം മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാനും ചെറുത്, 2 പെങ്ങന്മാരും ചെറുത്. ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 5 കൊല്ലം എങ്ങനെ ഇതായിരുന്നു ഞങ്ങൾക്കേ അറിയില്ല. എന്താ പറഞ്ഞാൽ ഉമ്മല അത്ര കഷ്ടപ്പെട്ടിന്. പിന്നെ നാട്ടുകാരെ എങ്ങനെയാണ് അവര് ഇതിനെ ഏത് രീതിയിലാണ് എടുത്തിട്ടുണ്ടായത്? കുറേ ആള് നല്ല ഇതില് ഒന്നും ചെയ്യാത്തവരാ ഇതായിട്ടില്ല. പിന്നെ പോലീസുകാർ വന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ എതിരായിട്ടുണ്ടായിന്. ഓരെന്തു വന്നിട്ട് പറയലുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല, ഇങ്ങനെ ഞങ്ങളടുത്ത് ഒന്നുമില്ല, തമ്മില് ഇതായിട്ടില്ല. നമുക്ക് പുറത്തിറങ്ങാനില്ല. ഇതന്നെയായിരുന്നു അത്. നിങ്ങള് കുട്ടിക്കാലം ആ ഒരു സമയത്ത് ഉപ്പാന്റെ ഒപ്പം ബന്ധം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് എന്താ പറഞ്ഞാൽ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. നല്ല ഞങ്ങൾ ഉപ്പാൻ്റെ അടുത്ത് വാണ്ട പ്രായത്താണ് ഉപ്പ അങ്ങോട്ട് പോണത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അറിവ് വന്ന് ഉപ്പ ഉമ്മ ആ കണ്ടീഷനിൽ ഉണ്ടായ ടൈമാണ്. ആ ടൈമിലാണ് അങ്ങോട്ടായതും ഇതായതും. പിന്നെ നിങ്ങൾ മൂത്ത മോനാണ് വീട്ടില് അല്ലെ? വയസ്സിൽ മൂത്തതാണോ ഇല്ലെങ്കിൽ മക്കളിലും മൂത്തതാണോ? പെങ്ങള് മൂത്തത്, പിന്നെ 2ാമത്തെ നിങ്ങൾ അല്ലെ? അപ്പോ എനിക്കൊന്ന് നിങ്ങൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വയസ്സ് 14 വയസ്സ് അല്ലെ? അപ്പം അവിടുന്ന് നിങ്ങൾ എങ്ങനെയാണ്? പണിക്കിറങ്ങുമ്പോ ആഴ്ചക്ക് 50 ഉറുപ്യ ശമ്പളത്തിനാണ് പണിക്കിറങ്ങിയിട്ടുള്ളത്.
അപ്പൊ ഉപ്പ ജയിലിൽ പോകുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ പണി ചെയ്യുന്നുണ്ടായി? ഉപ്പ പോണം കഴിയുന്ന മുമ്പിൽ ഓക്കെ, പണിക്കിറങ്ങി. ഓക്കെ. ഉപ്പ ജയിലിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ആഴ്ച ഫുള്ള് പണിയെടുത്താൽ 100 റുപ്യാണ് ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു? എന്താണ് അവസ്ഥ? ഫാമിലിയിൽ എങ്ങനെ നോക്കിയത്? കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടോ? ഇപ്പൊ നാട്ടുകാരെ പ്രശ്നങ്ങൾ. അപ്പൊ അതിനെല്ലാം നിങ്ങൾ എങ്ങനെ നേരിട്ടത്? നേരിട്ട് പിന്നെ പഠിച്ചോന് ഇതായോണ്ട് പിന്നെ ഞങ്ങള് ഉമ്മാക്ക് ചെറിയ അംഗനവാടിയിൽ ചെറിയ പണി ഉണ്ടായിന്. ഉമ്മാന്റെ ശമ്പളം എന്റെ ശമ്പളം എല്ലാം വെച്ചിട്ട് പിന്നെ ഇത് ഇപ്പൊ ജയിലിലായിട്ട് 17 കൊല്ലായി അല്ലേ? കൊല്ലം. അപ്പോ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ, ഒരു പ്രതീക്ഷ പോയ പോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആരും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അങ്ങനത്തെ ഫീലിംഗ് വന്നിട്ടുണ്ടായോ? ഞങ്ങള് ലായറുടെ അടുത്തെല്ലാം സംസാരിച്ച് ഞങ്ങൾ പോക്കും ലായറെ കാണലും ഇതെല്ലാം. അപ്പൊ ഓരെല്ലാം ധൈര്യം തന്നിട്ടുണ്ടായി. എന്താന്ന് പറഞ്ഞാല് ഒന്നും ചെയ്യാണ്ടാണ് വന്ന് കിടക്കണേ, എന്താണെന്ന് നമുക്ക് നീതി ലഭിക്കും എന്ന് പറഞ്ഞിട്ടില്ല ഒരു ഇതിലുണ്ടായി. ഉം. ഒരു 3 മാസത്തില് ഏകദേശം എല്ലാം തീർന്നല്ല ലായർ പറഞ്ഞിട്ടുണ്ടായത്. കേസ് എല്ലാം കഴിഞ്ഞിന്, ഇനി ഇവര് ജഡ്ജ്മെന്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഉം. ഇപ്പോ കഴിഞ്ഞ ആഴ്ച എനിക്ക് വിളിച്ചിന് അവിടെ ബൂത്തുനിന്ന് ഉം. വിളിച്ച് 10 മിനിറ്റ് സംസാരിച്ചിനത്. ബുധനാഴ്ച ഉപ്പ മരിക്കണ വെള്ളിയാഴ്ച ആണ്. ബുധനാഴ്ച വിളിച്ചിട്ട് 10 മിനിറ്റ് സംസാരിച്ചിന്. അപ്പോഴും ഉപ്പ പറഞ്ഞ ഇത് തന്നെ, ഇനി ഒരു 1.5 മാസം കൂടിയുള്ളൂ ഉള്ളിൽ വരും, നിങ്ങളെപ്പോഴെല്ലാം നിൽക്കണം നല്ല ഉപ്പ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടായതാ. ഓക്കെ, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എനിക്കൊന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, നിങ്ങൾ ഒരു ഈ ഒരു മതത്തിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനീതി കിട്ടിയിട്ടുണ്ടായത്? നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനത്തെ ചിലപ്പം ഈ ഒരു റിലീജിയൻ ടാഗ് ഒരു മുസ്ലിം ആയത് കൊണ്ട് അതായോണ്ടാണ് ഇപ്പൊ 17 കൊല്ലം ഇവര് വിചാരണ പൂർത്തിയാകാത്ത ഒരു കേസ് ആയിട്ടില്ലത്. ഇത് എന്ന് പറഞ്ഞാൽ അതിപ്പോ വേറെ മതത്തിലുള്ളവരാണെങ്കിൽ വേറെ എന്തെങ്കിലും തിരിച്ചിട്ട് വന്നൊക്കെ എനിക്ക് തലശ്ശേരിയില്ല. ഇപ്പൊ മംഗലാപുരത്ത് എയർപോർട്ടിൽ നിന്ന് ഇതായി ഓരെന്താ പറഞ്ഞിട്ടില്ലേ, ഓനക്ക് തലശ്ശേരി ഇല്ലാണ്ട് ഇതായിട്ടില്ല എന്നല്ല പറഞ്ഞിട്ട് ആ കേസെല്ലാം ഇതായി. ഇതിപ്പോ ഞങ്ങളെ പേരെന്നെ മെയിൻ ടാർഗറ്റ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഉമ്മ ഇതിനെങ്ങനെയാ നേരിട്ടത്? ഉമ്മയും പിന്നെ 3 പെങ്ങന്മാരുണ്ട്. അവരെല്ലാം ഇതിനെ ഈ ഒരു വലിയൊരു സമയമാണല്ലോ 17 വർഷം. എന്തെന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഉപ്പ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എന്തെന്ന് പറഞ്ഞാല് ഉപ്പ ഒരാളെ ഒരു വേദനിപ്പിക്കാത്ത ഒരു മനുഷ്യനാണ്. അപ്പൊ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് ഇതില് ഒരു ഇതില്ല ഉപ്പാക്ക് ഇതില്ല. അതിന്റെ ധൈര്യം എല്ലാവർക്കും ഉമ്മ തന്നിനത്. പിന്നെ നിങ്ങൾ കുറെ ഈ ഇവിടെ ജയിലിലേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങളും കുടുംബക്കാരെല്ലാം വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോ ഉപ്പാനെ കാണുമ്പോൾ ഉപ്പ ജയിലിന്റെ അവസ്ഥകൾ എല്ലാം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുണ്ടായത് ജയിലിന്റെ അവസ്ഥകൾ? ഉപ്പ എന്തെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല? ജയിലിന്റെ എല്ലാം ഒരേ ജയിലിലാണോ ഉണ്ടായത്, ഇല്ലെങ്കിൽ വേറെ വേറെ ജയിലിലാണോ, എങ്ങനെയാണ്? ഇല്ല, ഉപ്പ പോയിട്ട് ഫസ്റ്റ് ഒരു 1.5-2 മാസമായിട്ട്, അതാണ് എൻ്റെ ഓർമ്മ, 2 മാസമായിട്ട് വെളഗാം ജയിലില് ഉണ്ടായത്. ആടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയ പിന്നെ ഇതേ ജയിലിൽ തന്നെ, ബാംഗ്ലൂർ ജയിലിൽ തന്നെ ഉണ്ടായത്. ഇപ്പൊ 17 കൊല്ലത്തില് ഉപ്പാക്കൊരു 10 കൊല്ലമൊന്നും വലിയ പ്രയാസമൊന്നും ഉണ്ടായി. 10 കൊല്ലത്തിന്റെ ശേഷമാണ് ഉപ്പാക്ക് ഈ അസുഖങ്ങളും ഇതെല്ലാം വന്നിട്ട് ഇതാൻ തുടങ്ങിയിട്ടില്ലേ. ജയിലിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായോ? അങ്ങനെ എന്തെങ്കിലും ഉപ്പ പറയലുണ്ടോ? മെയിൻ ചികിത്സ ഇതാണ്, ചികിത്സ കിട്ടണില്ല എൻ്റെ ഉള്ളില്. ഇവർ ഷുഗർ എല്ലാം വന്നാൽ തിരിഞ്ഞു നോക്കണില്ല. ഒന്നാമത് 500-600 അല്ല ഷുഗർ ഉള്ളത്. ഒരു ആടുന്ന് ഒരു ചെറിയൊരു ഗുളിക കൊടുക്കും. അയ്യോ, ഉപ്പാക്ക് മരുന്നെല്ലാം ഉപ്പ സെപ്പറേറ്റ് പുറത്തുനിന്ന് മേടിക്കണ്ടായതാ. മെഡിക്കൽ ഇൻസുലിൻ ആട്ടെ എല്ലാം. ഉപ്പ 6 കൊല്ലായി എൻ്റെ ഉള്ളില് ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് ജയിലില്. 6 കൊല്ലായി. എന്ത് ഷുഗർ ഒന്നും നോർമൽ ആകാത്തോണ്ട്. പിന്നെ കാലിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായത്, ഒരു മുറിയായിട്ട് ഉണങ്ങാണ്ട പ്രശ്നത്തില് ഈ അടുത്ത കാലിന്റെ ചെറിയ വിരല് മുറിച്ചിന്. അതിലൊരു 2 കൊല്ലം മുറിച്ചിട്ട് ഉണങ്ങാണ്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. ഇപ്പൊ അടുത്തും രോഗം നല്ല രീതിയിൽ ഇതായോണ്ട് നിങ്ങൾ ബെയിലിന് വേണ്ടിയിട്ടല്ല അപ്ലൈ ഞങ്ങള് ചെയ്തിട്ടുണ്ടായി? കഴിഞ്ഞ മാസം 16-ാം തീയതി ഓർഡർ ഇട്ട് 22-ാം തീയതി ഓർഡർ പാസ്സായിന് ഇതെന്ന് കോർട്ടിന്ന്. അതവിടെ കൊടുത്തിന്. എന്നിട്ട് ഇവർ ആസ്പത്രിയിലേക്ക് അയച്ചു പറയുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാന്നാ ഒരു പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കിഡ്നി ഫുള്ളായിട്ട് പോയിന്. ഒരു കിഡ്നി ആകെ 30% വർക്ക് ഉണ്ടായിട്ടുള്ളൂ. അതല്ല ഡോക്ടർ പറഞ്ഞു നടന്ന്. ഉപ്പാക്ക് OPD ഉള്ളത് ചൊവ്വാഴ്ച ആണ്.
ആ ചൊവ്വാഴ്ച OPDക്ക് പോണ ടൈമിൽ ഒന്ന് എസ്കോർട്ട് കൊടുക്കൂല ഇവര്, ഇല്ല ജയിലിൽ നിന്ന് എഴുതൂല പോകാൻ വേണ്ടിയിട്ട്. ആദ്യം കുഴപ്പമുണ്ടായിട്ടില്ല. ഈ അലോക് കുമാർ വന്നിട്ട് ചാർജ് എടുത്തേ പിന്നാണ് ഈ പ്രശ്നങ്ങളല്ല. ആർക്കും ചികിത്സ കൊടുക്കണില്ല, ഇതാക്കണില്ല, പുറത്ത് ആസ്പത്രിക്ക് അയക്കണില്ല, ഓക്കെ. ഈ പ്രശ്നങ്ങളല്ല. നിങ്ങൾ ജയിലിൽ അപ്പം വിസിറ്റ് ചെയ്യലുണ്ടായിരുന്നോ? ഞാൻ ഒരു മാസം 2 മാസത്തിനൊരിക്കെ ഓക്കെ. ഇത് ചെയ്ത്. ഉപ്പ എന്തെങ്കിലും പറയലുണ്ടോ അവിടുത്തെ പെട്ടെന്ന് വരും അങ്ങനത്തെ രീതിയിൽ? ഉപ്പ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ മരിക്കണേൻ്റെ 9 ദിവസം വിളിച്ച ബുധനാഴ്ച ഉച്ചക്ക് വിളിച്ചിന്. ഉച്ചക്ക് വിളിച്ചിട്ടാണ് ഉപ്പ സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ അടുത്ത് ലാസ്റ്റ് സംസാരിച്ചിട്ടുള്ള ബുധനാഴ്ചയാണ്. ഓക്കെ. അപ്പോൾ ഉപ്പ നല്ല ഇതിൽ തന്നെ സംസാരിച്ചില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇത് കൂടിയുണ്ട്, ഷുഗർ ഹൈ ഉണ്ട്, നോട്ടെ ഇവർ ആശുപത്രിക്ക് അയക്കുന്നല്ല പറഞ്ഞ എൻ്റെ അടുത്ത്, പക്ഷെ അവർ അയച്ചിട്ടില്ല. ഉപ്പ അപ്പോൾ ഇതിലെ പറഞ്ഞ ഞങ്ങൾക്ക് ഇപ്പോൾ വരുന്ന മാസം ഒന്നിക്കെ ജാമ്യം കിട്ടും, സുപ്രീം കോടതിൻ്റെ ഓർഡർ ഉണ്ട്, 4 മാസത്തിൽ വിധി പറഞ്ഞില്ലെങ്കിൽ ജാമ്യം കൊടുക്കണം എന്നല്ല. അപ്പോൾ ഉപ്പ ആ പ്രതീക്ഷയിലാണ് നിന്നിട്ടുണ്ടായത്. ഓക്കെ. പിന്നെ ഇതാണല്ലോ പുതിയ വീട്. പുതിയ വീട്ടിലേക്ക് ഉപ്പാക്ക് വരാൻ നല്ലൊരു ആഗ്രഹം നല്ല ഉണ്ടായി. ആഗ്രഹമുണ്ട്. അപ്പോൾ ഉപ്പ എന്തേലും പറയുന്നുണ്ടായത്? ഉപ്പ പറയുന്നുണ്ടായി ഇനി വന്നിട്ട് വേണം നമുക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഇതാക്കാനെന്ന്. വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഒരു 5 കൊല്ലം മുമ്പ് പെങ്ങളെ കല്യാണം ഉണ്ടായി. അതിന് വന്ന് ഇതായിട്ട് എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ടായി. ലാസ്റ്റ് ടൈം ഇവർ ക്യാൻസലാക്കി വരത്ത്. ഓക്കെ. ഇവിടെ കൊറോണ ഉണ്ട് അതുണ്ട് എന്നിട്ട് ആ വരത്ത് ക്യാൻസലാക്കി. ആ ഇതിലെല്ലാം കുടുംബക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഉപ്പാനെ കാണണം എന്നിട്ട്, ഉപ്പാൻ്റെ ഫാമിലിയിൽ നിന്നും. അന്ന് രാവിലാണ് കോടതിയിൽ നിന്ന് ഓർഡർ വരുന്നത്, ഇല്ല ഇതാവില്ല. അപ്പൊ ഉപ്പ ഇതുവരെ ബെയിലിൽ വന്നിട്ടില്ല? ഉപ്പ ചെറിയ പെങ്ങളെ കല്യാണത്തിന് ഒരു 3 ദിവസം, അത് 10 കൊല്ലം മുമ്പ്. 10 കൊല്ലം മുമ്പ്. പിന്നെ അതിൻ്റെ മുമ്പില് ഉപ്പാൻ്റെ ഉമ്മ മരിച്ചിട്ട് 2 ദിവസം ഓക്കെ. ഓക്കെ. പറവളിൽ വന്ന് ഓക്കെ. ഓര് വന്ന് കൂട്ടിയിട്ട് വരും. ഉപ്പാൻ്റെ ഉമ്മ വന്നിട്ട് മരിച്ചിട്ട് വന്നത് രാവിലെ വന്ന് ഒരു 11 മണിയാകുമ്പോൾ വന്ന് 5 മണിയാകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ വന്ന് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടിയിട്ട് പോയി. പെങ്ങളെ കല്യാണത്തിന് വന്നിട്ട് 3 ദിവസം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ. ഓക്കെ. പിന്നെ നിങ്ങൾ ഇവിടെ കുറേ ചെറിയ കുട്ടികളുണ്ട്, നിങ്ങളെ മക്കളും അതുപോലെ തന്നെ നിങ്ങളെ പെങ്ങളെ മക്കളല്ലോ. അപ്പം അവരെല്ലാം വല്യുപ്പ എടുത്തുനിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞു കൊടുക്കല്? ആൻഡ് അവര് ഇതിനെ ഏത് രീതിയിലാണ് അവർ അതിനെടുക്കുന്നത്? എല്ലാം ചെറിയ ചെറിയ കുട്ടികൾ ഒരു ഫസ്റ്റെല്ലാം ഒരു പേടിയായിട്ടാണ് ഈ ജയിലിലേക്കെല്ലാം പോകുമ്പോൾ, ഈ പോലീസും വലിയ ജയിലും ഇതെല്ലാം കാണുമ്പോൾ അവർക്കൊരു പേടിയായിരുന്നു. പിന്നെ അവർ കുറച്ച് വലുതായ പിന്നാണ് പെങ്ങളെ കുട്ടിയൊക്കെല്ലാം ഇത് വരുന്നത്. അവരെന്തോ പറയലുണ്ടോ? അവർക്ക് എന്ത് കേസ് ഇതൊന്നും അറിയില്ല, ഇപ്പൊ ജയിലിലാന്നില്ല. ഓക്കെ. നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ? അതെല്ലാം പിന്നെ അവർക്ക് ഇപ്പൊ കുറച്ച് ബുദ്ധി വന്നു, അവരിപ്പോ കുറച്ച് വലുത് കുട്ടികളെ, അപ്പൊ അവർക്ക് അറിയാം. പിന്നെ ന്യൂസിലും കാര്യങ്ങളിലെല്ലാം അതുപോലെ തന്നെ UAPA എന്ന് പറയുമ്പോൾ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പേടിക്കുന്ന ഒരു കേസാണ്. ഓക്കെ. ചിലപ്പോൾ കുടുംബക്കാർ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ആയിട്ടുണ്ടോ കുടുംബക്കാർ വരുന്നില്ല വീട്ടിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ടെററിസ്റ്റിന്റെ ഒരു പേര് വന്ന്, അപ്പോൾ ടെററിസ്റ്റിന്റെ കുടുംബം, ടെററിസ്റ്റിന്റെ മോന്, അങ്ങനത്തെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടിയിട്ടുണ്ട്? ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നത്? കുടുംബത്തിന്റെ അടുത്തൊന്നും അങ്ങനെ ഓക്കെ. ഇതില്ല. നാട്ടുകാരാണ്. ഓക്കെ. ഫസ്റ്റ് ടൈം അങ്ങനെ വെച്ചിട്ടേ കാണുന്നുണ്ടായതാ. പിന്നെ അവരും 17 കൊല്ലായില്ലേ. ഓക്കെ. ഓക്കെ. ഇതായി. അതുപോലെ തന്നെ പോലീസ് ആറ്റം ഇങ്ങനെ വരുത്തുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസങ്ങളും കാര്യങ്ങളും? ഇവിടുത്തെ പോലീസുകളായിട്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതല്ലാണ്ട് പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓക്കെ. 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 പിന്നെ നിങ്ങൾക്ക് എന്താ പറയാനില്ല അനീഫ്ക? നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു 17 വർഷം നിങ്ങൾ പോയിന്, നിങ്ങൾക്ക് ജനങ്ങൾക്ക് എന്താ പറയാനില്ല? നിങ്ങൾക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്തൊരു 1-1.5 മാസത്തിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാ വിധി വരും. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിന്ന് ഒരു വിധി എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതുപോലെ തന്നെ ജനങ്ങൾക്ക് എന്താണ് പറയേണ്ടുള്ളത്? ഇതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് നിങ്ങളെ ഉപ്പ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ കുറെ ആൾക്കാർക്ക് അവരെ ഉപ്പമാര്, അവരെ വീട്ടുകാര് അവരെ ജയിലിലുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത് ജനങ്ങൾക്ക്? വിധി എന്ത് ജഡ്ജ്മെന്റ് ആണ് ഇത്, പക്ഷെ ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ വാദിച്ചു, ഞങ്ങൾ ഇതാക്കിയിട്ടെല്ലാം പറഞ്ഞു. ഇനി ജഡ്ജ്മെന്റ് ഇത് വന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയും. കാരണം ഞങ്ങള് ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ സാക്ഷി ഇതെല്ലാം ഇതാക്കിയിട്ടെല്ലാം പറഞ്ഞു കൊടുത്തിന്. പിന്നെ ജഡ്ജിന്റെ ഇതിലുള്ള ഇതാണ്. ഒന്നാമത് ഉപ്പ
മരിക്കാനുള്ള കാരണം ഇവരെ ചികിത്സ ഇതാണ്. ചികിത്സ കൊടുക്കാണ്ടാണ് ഇപ്പൊ മരിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ ഉള്ളിൽ കുറേ ആളുണ്ട് ഇങ്ങനെ ചികിത്സ കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. ഇപ്പം എൻ്റെ ഒപ്പം എന്തായെങ്കിലും ചികിത്സ കിട്ടാണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഓർക്കെങ്കിലും ചികിത്സ കൊടുത്തിട്ട് ഓരോ ആരോഗ്യം കൂടി ഗവൺമെൻറ് നോക്കണം. ഈ കേസിൻ്റെ വിധി വരുന്ന വരെയെങ്കിലും ഒരു ഇപ്പം ഇത്ര 17 കൊല്ലം കാത്തിരുന്ന് ഈ ലാസ്റ്റ് ടൈമിലെല്ലാം ഇങ്ങനെ ആക്കുമ്പോഴാണ് ഓർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. ഇത് 17 കൊല്ലം വരെ നീതിക്ക് വേണ്ടിയിട്ട് ഒരാടെ ഈ ലാസ്റ്റ് ടൈം ഇങ്ങനെ വിധി വരേണ്ട ടൈം ആകുമ്പോൾ ഇതാകുമ്പോൾ